എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. മൃതദേഹത്തിന് അരികിൽ നിന്ന് കുറിപ്പ് ലഭിച്ചതായി പോലീസ് പറഞ്ഞു. വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കഴിഞ്ഞ ദിവസം രാത്രി ഏറെ ഞെട്ടലോടെയാണ് ഈയൊരു സംഭവം നമ്മൾ കേട്ടത്. ഇപ്പോൾ എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. എന്തായാലും എന്താണ് സംഭവം, എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആത്മഹത്യ, ഇനി അങ്ങോട്ടുള്ള പോലീസ് നടപടിക്രമങ്ങൾ കൂടി? കാളിദാസ്, ഒരു കൂട്ടക്കൊലപാതകം അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യ എന്ന് നമുക്കിതിനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ പിന്നിൽ എന്താണ്, ആ ഹിന്ദി കുറിപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ജോലിയുമായി സംബന്ധിച്ചൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസും കടന്നിരിക്കുന്നത്. ഇന്നലെയോട് തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. ആ ഹിന്ദി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് പോലും തങ്ങളുടെ മരണവിവരം വിദേശത്തിരിക്കുന്ന സഹോദരിയെ അറിയിക്കണമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇതിനകത്ത് മനീഷ് വിജയ്, 43 വയസ്സുകാരനായ മനീഷ് വിജയും അതോടൊപ്പം തന്നെ സഹോദരി ശാലിനി വിജയ്, ശകുന്തള, അമ്മ ശകുന്തള, ഇവർ 3 പേരുമാണ് ഈ വീട്ടിൽ വർഷങ്ങളായി താമസിച്ചു വരുന്നത്. ഈ ആദ്യത്തെ മുറിയിലാണ് ഈ മനീഷിന്റെ മൃതദേഹം ഈ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. രണ്ടാമത്തെ മുറിയിൽ ശാലിനിയുടെ മൃതദേഹവും, മൂന്നാമത്തെ മുറിയിൽ അമ്മ കട്ടിലിൽ കിടക്കുന്ന രീതിയിൽ വെള്ള പുതിപ്പിച്ച് മുകളിൽ അമ്മയുടെ മൃതശരീരത്തിന് മുകളിലായി പൂക്കൾ വിതറിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയുടെ മരണശേഷമാകാം 2 പേരും ആത്മഹത്യ ചെയ്തത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് നിലവിലെത്തിയിരിക്കുന്നത്. എന്താണ് മരണകാരണം എന്നതിലേക്ക് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് പബ്ലിക് കമ്മീഷനിൽ 1ാം റാങ്കോടുകൂടി പരീക്ഷയിൽ പാസ്സായതാണ് ഈ ശാലിനി വിജയ്. അപ്പോൾ ഈ ശാലിനി വിജയ് ഈ ജോലിയുമായി സംബന്ധിച്ച്, ഈ 1ാം റാങ്കിൽ പാസ്സായ ശാലിനി വിജയ്ക്ക് ഈ ജോലിയുമായി സംബന്ധിച്ച നിയമപരമായ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആവശ്യമായി കഴിഞ്ഞ ആഴ്ച പോലും ഈ സഹോദരനും ശാലിനിയും, മരിച്ചുപോയ മനീഷും ശാലിനിയും ജാർഖണ്ഡിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ ഈ ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാഴ്ചയായി മനീഷ അവധി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 7 ദിവസം അവധി എടുത്തതിന് ശേഷം 12 ദിവസമായിട്ടും മനീഷ ഓഫീസിലേക്ക് എത്താത്തതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ വീട്ടിലേക്കെത്തി എന്താണ് വരാത്തത് എന്നൊരു രീതിയിൽ ചോദിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു സംഭവം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ മൃതദേഹം അവർ കാണുന്നതും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുന്നത്. 7 ദിവസം അവധി എടുത്തിട്ടും 12 ദിവസമായിട്ടും ഏകദേശം മൃതദേഹത്തിന് ഒരു 4-5 ദിവസത്തെ പഴക്കമുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യത്തെ മുറിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഡോറ് പൊളിച്ചാണ് അകത്തേക്ക് പോലീസ് അടക്കമുള്ളവർ കടന്നത്. ഈ ജനൽ വഴിയാണ് മൃതദേഹം തൂങ്ങിയ നിലയിൽ മറ്റുള്ളവരും കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിന്റെ മുകളിലായിട്ട്, തലയ്ക്ക് മുകളിലായിട്ട്, അമ്മ കിടന്ന റൂമിൽ അമ്മയുടെ മൃതദേഹത്തിന്റെ മുകളിലായിട്ട് മൂവരുടെയും ഒരു ഫോട്ടോ, ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടെ വച്ചിട്ടുണ്ടായിരുന്നു. നിയമപരമായി ഈ സഹോദരിക്ക് 1ാം റാങ്ക് ലഭിച്ചിട്ടും നിയമപരമായി ഈ കമ്മീഷനിലേക്ക് കയറുന്നതിലേക്കും അല്ലെങ്കിൽ ഇതിനെ തുടർന്നതിലും എന്തു ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചാണ് മനോവിഷമത്തിൽ നിരവധി തവണ ഈ കുടുംബം ഭയങ്കര വിഷമം അനുഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചത് GSTയുടെ സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയാണ് മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളാണ്. മനീഷ് ഇതിനു മുമ്പും കേരളമല്ലാതെ ഇന്ത്യയിൽ പലയിടങ്ങളിലും തൊഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മനീഷിന്റെ റെക്കോർഡുകളും പരിശോധിക്കുമെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ജോലി സ്ഥലത്ത് മനീഷിന് ഇനി എന്തെങ്കിലും വിഷയമുണ്ടായിട്ടുണ്ടോ, അതോ സഹോദരിയുടെ ഈ റാങ്ക് വിഷയത്തിലുണ്ടായ സംഭവങ്ങളാണോ ഈ മരണകാരണം ഉണ്ടായിരിക്കുന്നതിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഈ ഒരു കാര്യങ്ങളെ ചൊല്ലിയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. കാളിദാസ്, ശരി, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് പൂർത്തിയാകും. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യ ഉണ്ടായത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.